Hello everyone, welcome back to Kerala Hindi Quest. കേറ്ററ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കേറ്ററ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇപ്പോഴേ പഠനം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സിലബസ് നോക്കിയിട്ട് ഓരോരോ പോർഷൻസായിട്ട് നമുക്ക് ഇപ്പോഴേ കവർ ചെയ്ത് പോവാം. അപ്പോൾ കേറ്ററ്റ് എക്സാമിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ലേണിംഗ് തിയറീസ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് ഈ ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേണിംഗ് തിയറീസ് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അതിൽ തന്നെ പാവലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്, സ്കിന്നറിൻ്റെ ഓപ്പറാൻഡ് കണ്ടീഷനിങ് ഉണ്ട്, ജസ്റ്റാൾട്ടിൻ്റെ ഇൻസൈറ്റ് ലേണിംഗ് ഉണ്ട്, അങ്ങനെ പിയാഷേൻ്റെയും ബ്രൂണറിൻ്റെയും വൈഗോട്സ്കിയുടെയും ഒക്കെ ഡിഫറെൻറ്റ് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഇവാൻ പാവലോവ്സിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കേറ്ററ്റ് എക്സാമിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് MCQസും എക്സാം പോയിൻറ്റ്സും ഒക്കെ ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ വാട്ട് ഈസ് ലേണിംഗ്, എന്താണ് ലേണിംഗ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ലേണിംഗ് തിയറീസിനെ കുറിച്ചാണ്. അപ്പം അതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ് ലേണിംഗ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലേണിംഗ് ഈസ് എ റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ദാറ്റ് ഒക്വേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് ഓർ പ്രാക്ടീസ്. Learning is a relatively permanent change in behavior that occurs as a result of experience or practice. അതായത് എക്സ്പീരിയൻസിലൂടെയും പ്രാക്ടീസിലൂടെയും ബിഹേവിയറിൽ ഉണ്ടാകുന്ന റിലേറ്റീവ്ലി പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഒരു കുട്ടി ഒരു സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പഠിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഓടിക്കുമ്പം അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബാലൻസ് കിട്ടത്തില്ല. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് ഗ്രാജ്വലി ആ സൈക്കിൾ ഓടിക്കാനായിട്ട് അവൻ പഠിച്ചെടുക്കുന്നു. അപ്പോൾ ഇവിടെ ആ കുട്ടിയുടെ എക്സ്പീരിയൻസും അതുപോലെ പ്രാക്ടീസും വഴിയാണ് അവൻ്റെ ബിഹേവിയറിൽ എന്തുണ്ടാവുന്നത്, ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെയാണ് ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായിട്ടാണ് നോക്കുകയാണെങ്കിൽ ഇവാൻ പാവലോവ്. ഇവാൻ പാവലോവിൻ്റെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ പാവലോവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവാൻ പാവലോവ് ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റാണ്. ഇനീഷ്യലി അദ്ദേഹം ലേണിംഗ് തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ഹി വാസ് സ്റ്റഡിയിങ് ഡൈജഷൻ ഇൻ ഡോഗ്സ്. അപ്പോൾ ഡോഗ്സിലെ ഡൈജഷൻ സ്റ്റഡി ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്തത്, ഈ ഒരു ലേണിംഗ് തിയറി ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ ഇത് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇവാൻ പാവലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാവലോവിൻ്റെ ആ ഒരു ഡോഗ്സ് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. അതിൽ പാവലോ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോഗ്സ് എന്ത് ചെയ്യുന്നു, നാച്ചുറലി സലൈവേറ്റ് ചെയ്യുന്നു വെൻ ദേ സീ ഓർ സ്മെൽ ഫുഡ്. ഇപ്പോൾ ഫുഡ് കാണുമോ അല്ലെങ്കിൽ സ്മെൽ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഡോഗ്സ് നാച്ചുറലായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, സലൈവേറ്റ് ചെയ്യുന്നു. അപ്പം ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞ കാര്യമാണ് എന്താ, നാച്ചുറൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹം ഒരു ബെൽ സൗണ്ടും കൂടെ ഇതിനോടൊപ്പം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി ഈ ബെല്ലിൻ്റെ സൗണ്ട് മാത്രം കേട്ടപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നില്ല. ബെല്ലിൻ്റെ സൗണ്ട് മാത്രമുള്ളപ്പോൾ ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ ബെല്ലിനെയും ഫുഡിനെയും തമ്മിൽ പെയർ ചെയ്തു. അതായത് ബെല്ല് റിങ് ചെയ്യും, അതിൻ്റെ ഒപ്പം ഫുഡ് കൊടുക്കും, വീണ്ടും ബെല്ല് റിങ് ചെയ്യും, ഫുഡ് കൊടുക്കും, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ കുറേയധികം പെയറിങ്ങിന് ശേഷം ഡോഗിൽ എന്ത് ചെയ്തു, ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടായി. അതായത് ബെല്ല് മാത്രം കേട്ടാലും ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഫുഡ് ഇല്ലെങ്കിൽ പോലും ബെല്ലിൻ്റെ സൗണ്ട് മാത്രം കേട്ടപ്പോൾ പോലും ഡോഗ് എന്ത് ചെയ്തു, സലൈവേഷൻ സംഭവിച്ചു. അപ്പോൾ ഇതിനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ സംഭവിക്കുന്നില്ല, സലൈവേഷൻ സംഭവിക്കുന്നില്ല. പിന്നീട് എന്ത് ചെയ്തു, ബെല്ലും ഫുഡും കൂടെ ഒരുമിച്ച് നോക്കാൻ തുടങ്ങി. അങ്ങനെ ബെല്ലിൻ്റെ സൗണ്ടും അതുപോലെ ഫുഡും തമ്മിൽ പെയർ ചെയ്തു, വീണ്ടും ബെല്ല് കേൾപ്പിച്ചു, ഫുഡ് കൊടുത്തു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുറേ നാൾ പോയിട്ട് ശേഷം ലാസ്റ്റ് ബെല്ല് മാത്രം കേട്ടപ്പോഴും സംഭവിച്ചു, ഈ ഡോഗ് ഇങ്ങനെ സലൈവേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലേണിംഗ് തിയറിയിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കേറ്ററ്റ് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്. അതിലൊന്നാണ് എന്താ, നാച്ചുറൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പം ഫുഡ് ഇവിടുത്തെ നാച്ചുറൽ സ്റ്റിമുലസ് ആണ്.
ഇനി അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണെന്ന് നോക്കാം. ഇവിടുത്തെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് ഫുഡ് എന്ന് പറയുന്നത്. അതായത് ഫുഡ് നാച്ചുറലി സലൈവേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കാണെങ്കിൽ എന്താ ഫുഡിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സലൈവേഷൻ ഉണ്ടാവാറില്ല. അപ്പോൾ അത് നാച്ചുറൽ ഒരു സലൈവേഷനാണ്. അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുഡ് ഇവിടുത്തെ എന്താണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഇനി അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്താണെന്ന് നോക്കാം. അത് ഫുഡ് കണ്ടപ്പോൾ നാച്ചുറലി ഉണ്ടാകുന്ന സലൈവേഷനാണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം ഫുഡ് ഇവിടുത്തെ എന്താണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അതുപോലെ സലൈവേഷൻ അതെന്താണ് ഇവിടുത്തെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. നാച്ചുറലായിട്ട് ഫുഡ് കാണുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസ് ആണ് എന്താ സലൈവേഷൻ എന്ന് പറയുന്നത്. സോ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ് ഇവിടുത്തെ സലൈവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുഡ് കാണുമ്പോൾ സലൈവേഷൻ കിട്ടുന്നു. ഇപ്പോൾ ഫുഡ് ഇവിടുത്തെ എന്താണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും സലൈവേഷൻ ഇവിടുത്തെ എന്താണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസും ആണ്. ഇനി ഇതേപോലെ ഈ സെയിം തിയറിയിലെ ന്യൂട്രൽ സ്റ്റിമുലസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ന്യൂട്രൽ സ്റ്റിമുലസ് ആണ് ബെൽ സൗണ്ട്. അതായത് ആദ്യം ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴൊന്നും സംഭവിക്കുന്നില്ല, ഡോഗിൻ്റെ സലൈവേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ഇവിടെ ഇനീഷ്യലി ബെല്ലെന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. അപ്പോൾ ബെല്ല് റിങ് ചെയ്യുമ്പം നോ സലൈവേഷൻ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ന്യൂട്രൽ സ്റ്റിമുലസ് ഏതാണ് ബെല്ലാണ്. അപ്പോൾ നമ്മൾ ന്യൂട്രൽ സ്റ്റിമുലസ് പറഞ്ഞു, അതുപോലെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് റെസ്പോൺസും പറഞ്ഞു. ഇനി നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടുത്തെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ ബെല്ല് റിപ്പീറ്റഡ്ലി ഫുഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പം ബെല്ല് മാത്രം കേട്ടാലും എന്ത് സംഭവിച്ചു, ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ എന്ത് മാറി, ബെല്ല് എന്തായിട്ട് മാറി കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് മാറി. അതായത് ബെല്ലും അതിനോടൊപ്പം ഫുഡും കൂടെ ചേർത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോൾ സമയത്ത് ബെല്ല് മാത്രം കേട്ടാലും ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബെല്ല് അവിടുത്തെ എന്തായിട്ട് മാറാൻ തുടങ്ങി, കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് മാറാൻ തുടങ്ങി. ബെല്ലപ്പോൾ ന്യൂട്രൽ സ്റ്റിമുലസിൽ നിന്ന് കണ്ടീഷൻഡ് സ്റ്റിമുലസിലേക്ക് മാറി. ഇനി ഇതിലെ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബെല്ല് കേട്ടപ്പോൾ ഉണ്ടാകുന്ന സലൈവേഷനാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ബെല്ല് കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു, സലൈവേഷൻ സംഭവിച്ചു. അപ്പോൾ ബെല്ലാണ് ഇവിടുത്തെ കണ്ടീഷൻഡ് സ്റ്റിമുലസും അതുപോലെ സലൈവേഷനാണ് ഇവിടുത്തെ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഒരു സിമ്പിൾ ഫോർമുല പോലെ ഓർത്ത് വെച്ചേക്കുക. അതായത് ബിഫോർ കണ്ടീഷനിങ് ഫുഡ് കാണുമ്പോൾ സലൈവേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഫുഡ് അവിടുത്തെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും സലൈവേഷൻ അവിടുത്തെ അൺകണ്ടീഷൻഡ് റെസ്പോൺസും ആണ്. ഇനി കണ്ടീഷനിങ് ഡ്യൂറിങ് കണ്ടീഷനിങ് ടൈമിൽ ബെല്ലും ഫുഡും രണ്ടും കൂടെ കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സലൈവേഷൻ സംഭവിക്കുന്നു. ഇനി ആഫ്റ്റർ കണ്ടീഷനിങ്ങിൽ എന്ത് സംഭവിക്കുന്നു, ബെല്ല് മാത്രം കേട്ടാലും സലൈവേഷൻ സംഭവിക്കുന്നു. അപ്പം അവിടുത്തെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ബെല്ലും കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് സലൈവേഷനുമാണ്. അപ്പോൾ ഈ ഒരു കാര്യം തെറ്റിപ്പോവാതെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് എന്താണ് കണ്ടീഷനിങ്, വാട്ട് ഈസ് കണ്ടീഷനിങ് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ അസോസിയേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ബെൽ പ്ലസ് ഫുഡ് ഇത് രണ്ടും കൂടെ റിപ്പീറ്റഡ്ലി പെയർ ചെയ്തതിലൂടെയാണ് എന്താ ബെല്ലും സലൈവേഷനും തമ്മിൽ എന്തുണ്ടായി, ഒരു അസോസിയേഷൻ ഉണ്ടായി. ഇനി ഈ സെയിം എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാറുണ്ട്, ഒരു ടേമും കൂടെ പഠിക്കാറുണ്ട്. അതാണ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റെൻഷൻ എന്ന് വെച്ചാൽ കണ്ടീഷൻഡ് സ്റ്റിമുലസ് റിപ്പീറ്റഡ്ലി പ്രസൻറ്റഡ് വിത്തൗട്ട് ദ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയാൽ കണ്ടീഷൻഡ് റെസ്പോൺസും ഗ്രാജുവലി റിസപ്പിയർ ചെയ്യും. അപ്പോൾ ഇതിനെയാണ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബെല്ല് റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫുഡ് കൊടുക്കുന്നില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബെല്ല് മാത്രം റിങ് ചെയ്യുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഡോഗ് ഇവഞ്ച്വലി സംഭവിക്കും, ബെല്ല് കേട്ടാലും സലൈവേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് റിപ്പീറ്റഡ്ലി പ്രസൻറ്റ് ചെയ്യുന്നു പക്ഷേ വിത്തൗട്ട് എന്താണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അങ്ങനെ ആയി തുടങ്ങിയാൽ സംഭവിക്കും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്താൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് എന്ത് ചെയ്യും, അവിടെ ഗ്രാജുവലി ഡിസപ്പിയർ ആയിപ്പോവും. അപ്പോൾ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ വരുന്നൊരു അടുത്ത ടേമാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്പോണ്ടേനിയസ് റിക്കവറി നോക്കാം. അതായത് നമ്മൾ നേരത്തെ എക്സ്റ്റെൻഷൻ പറഞ്ഞു, എക്സ്റ്റെൻഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടീഷൻ റെസ്പോൺസ് സഡൻലി റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണെന്താ, സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഡോഗ് ബെല്ല് കേട്ടാൽ സലൈവേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പായി, അപ്പോൾ അതിനെ നമ്മൾ എക്സ്റ്റെൻഷൻ എന്ന് വിളിച്ചു. പക്ഷേ കുറച്ച് റെസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ബെല്ല് കേട്ടാൽ അവിടെ സലൈവേഷൻ ബ്രീഫ്ലി റിട്ടേൺ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും,
സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് വിളിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു ടേമാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നോക്കുകയാണെങ്കിൽ ഇപ്പം ഡോഗ് ഒരു പെർട്ടിക്കുലർ ബെൽ സൗണ്ടിനോട് കണ്ടീഷൻഡായി മാറിക്കഴിഞ്ഞു. പിന്നെ സിമിലർ ആയിട്ടുള്ള സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അപ്പോഴും എന്ത് സംഭവിക്കും? ഡോഗ് സലൈവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് വിളിക്കും. അപ്പോൾ സിമിലർ ആയിട്ടുള്ള സ്റ്റിമുലസിന് സിമിലർ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാക്കും. അപ്പോൾ അതിനെയാണ് ജനറലൈസേഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു ടേമാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഡിസ്ക്രിമിനേഷൻ, അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ജനറലൈസേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഡോഗ് ഒരു പർട്ടിക്കുലർ സൗണ്ട് കേൾക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സലൈവേറ്റ് ചെയ്യുന്നുള്ളൂ. വേറെ സൗണ്ട്സ് ഒന്നും കേട്ടാൽ എന്ത് ചെയ്യുന്നില്ല? അതിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതിനെയാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റിമുലയ്ക്ക് മാത്രം എന്ത് ചെയ്യുന്നു? റെസ്പോൺസ് കൊടുക്കുന്നു. വേറെ അതർ സൗണ്ട്സോ അങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നില്ല, റെസ്പോൺസ് കൊടുക്കുന്നില്ല. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഈ ഒരു ലേണിംഗ് തിയറി വഴി നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇവാൻ പാവ്ലോവിൻ്റെ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്ത അനിമൽ എന്ന് പറഞ്ഞാൽ ഡോഗാണ്. അദ്ദേഹം സ്റ്റഡി ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഡൈജഷൻ ആണ്. അവിടുത്തെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ് ഫുഡ് എന്ന് പറയുന്നത്. അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ് സലൈവേഷൻ ടു ഫുഡ് എന്ന് പറയുന്നത്. ഇനി കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് വെച്ചാൽ ബെൽ ആഫ്റ്റർ കണ്ടീഷനിങ് ആണ്. കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ് സലൈവേഷൻ ടു ബെൽ എന്ന് പറയുന്നത്. എക്സ്റ്റെൻഷൻ ആണ് ഡിസപ്പിയറൻസ് ഓഫ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് വെച്ചാൽ റെസ്റ്റ് പീരീഡിന് ശേഷം റിട്ടേൺ ഓഫ് കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അതുപോലെ സിമിലർ സ്റ്റിമുലയ്ക്ക് പ്രൊഡ്യൂസിങ് സിമിലർ റെസ്പോൺസ് ആണെങ്കിൽ ജനറലൈസേഷനും, എബിലിറ്റി ടു ഡിസ്റ്റിങ്വിഷ് സ്റ്റിമുലൈ ആണെങ്കിൽ അതിനെ ഡിസ്ക്രിമിനേഷൻ എന്നും പറയും. ഇനി ഇതിൻ്റെ 1-2 MCQs നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, who is associated with classical conditioning? Options: B.F. Skinner, Ivan Pavlov, Jean Piaget, Jerome Bruner. Answer is option B, Ivan Pavlov. Second question, Pavlov's famous experiment was conducted primarily using options: cats, rats, dogs, monkeys. Answer is option C, dogs. Question number 3, Pavlov was originally studying options: intelligence, memory, digestion, motivation. Answer is option C, digestion. Question number 4, in Pavlov's experiment, food is the options: conditioned stimulus, unconditioned stimulus, conditioned response, neutral stimulus. Answer is option B, unconditioned stimulus. Question number 5, salivation in response to food is options: conditioned response, neutral response, unconditioned response, conditioned stimulus. Answer is option C, unconditioned response. Question number 6, after conditioning the bell becomes options: unconditioned stimulus, conditioned stimulus, unconditioned response, neutral response. Answer is option B, conditioned stimulus. Question number 7, salivation in response to the bell after conditioning is options: UCR, UCS, CRNS. Answer is option C, that is conditioned response. Question number 8, the disappearance of a conditioned response when the conditioned stimulus is repeatedly presented without the unconditioned stimulus is called options: generalization, discrimination, extinction, reinforcement. Answer is option C, extinction. Question number 9, the reappearance of an extinguished conditioned response after a rest period is called options: generalization, spontaneous recovery, discrimination, acquisition. Answer is option B, spontaneous recovery. Question number 10, responding similarly to stimuli that resemble the conditioned stimulus is called options:
ഡിസ്ക്രിമിനേഷൻ, ജനറലൈസേഷൻ, എക്സ്റ്റൻഷൻ, പണിഷ്മെൻറ്റ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ജനറലൈസേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ലേണിംഗ് തിയറീസിൽ പാർട്ട് 1, അതായത് പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ് പഠിച്ചത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ B.F. സ്കിന്നറിൻ്റെ ഓപ്പറൻ്റ് കണ്ടീഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കേരള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ലേണിംഗ് തിയറീസ് ഒന്നും മിസ്സാക്കാതെ പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കേരള എക്സാമിന് വേണ്ടി പ്രിപ്പയർ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേഷൻസിനായിട്ട് കേരളത്തിൻ്റെ കൂടുതൽ ക്ലാസ്സിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസും ക്ലാസ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്